ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നത്തെ ഈ കഥ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. സത്യം പറയാ, സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കൈയടിച്ചു പോയി. ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ. നല്ല രീതിയിൽ തന്നെ ഈ സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഥയെക്കുറിച്ച് ചുരുക്കിയൊന്ന് പറയുകയാണെങ്കിൽ, ഒരു വലിയ ഡ്രഗ് ലോഡ് ഉണ്ട്. ഇയാൾ പ്രലോകത്തേക്കൊന്നും വരില്ല. ഇയാളുടെ ഒരുപാട് പൈസ കാട്ടിനുള്ളിൽ വലിയൊരു വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇത് അടിച്ചു മാറ്റാനായിട്ട് കുറച്ച് എക്സ് മിലിറ്ററിക്കാർ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ കഞ്ഞി തേടി പോയവന് ബിരിയാണി കിട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ആ പണം അടിച്ചു മാറ്റിയിട്ടുള്ള ഇവരുടെ ആ ഒരു യാത്ര ഗംഭീര ത്രില്ലറാണ് ആ ഒരു സമയത്തൊക്കെ. പിന്നീട് കഥയുടെ അവസാനം ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ എക്സ് മിലിറ്ററിക്കാരനായിട്ടുള്ള വില്യംസിനെ കാണിക്കുകയാണ്. ഈ പട്ടാളത്തിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ജോലിയാണ് ഇപ്പൊ അവൻ്റെത്. അപ്പൊ വില്യംസ് ഒരു കാര്യം പറയാണ്, നമ്മളൊരു മിഷന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ പോകുന്നത് വരെ ആ ഒരു മിഷനിൽ നമ്മൾ നിന്നിരിക്കണം. അതായത് ജീവൻ കൊടുത്തും ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് മെക്സിക്കോയിൽ കാണിക്കുകയാണ്. ഒരുപാട് ഡ്രഗ് ഡീലിംഗും അതുപോലെ തന്നെ ഡ്രഗ് ലോഡുകളുള്ള നാടാണല്ലോ ഈ മെക്സിക്കോ. അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററിലും അതുപോലെ തന്നെ ജീപ്പുകളിലുമായിട്ട് കുറച്ചധികം പ്രൈവറ്റ് മിലിറ്ററിക്കാർ പോകുന്നുണ്ട്. ഇവർക്ക് അഡ്വൈസർ ആയിട്ട് ഇവരുടെ കൂടെയുള്ളത് നമ്മുടെ കഥയുടെ മറ്റൊരു പ്രധാന ക്യാരക്ടർ ആയിട്ടുള്ള എക്സ് മിലിറ്ററിക്കാരനായിട്ടുള്ള സാന്റിയാഗോയാണ്. അങ്ങനെ പ്രധാനമായിട്ട് ഒരു ടീമിനെ പിടിക്കാനാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്. അവരുടെ ആ ഒരു ഏരിയ ഇവർ കവർ ചെയ്യാണ്. പിന്നീട് മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ട്രാപ്പ് ആയിരിക്കണം, മര്യാദക്ക് കീഴടങ്ങിക്കോ. പക്ഷേ അവരുടെ ആ ഒരു വീട്ടിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെപ്പൺസ് ഉണ്ടായിരുന്നു. തിരിച്ച് ഫയർ ചെയ്യാണ്. പെട്ടെന്നൊന്നും ചാടി കയറി ഈ ഒരു മിലിറ്ററിക്കാർക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഇവരെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാന്റിയാഗോ അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ. ഇപ്പൊ ബാക്കിയുള്ള പട്ടാളക്കാർ ഇവൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്, ഈ വെടിവെപ്പിന്റെ ഇടയിലൂടെ ഓടുന്നു. എന്തായാലും സാന്റിയാഗോ ഓടിയിട്ട് ആ വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു സാധനം ആ വീടിന്റെ ഒരു ഭാഗത്തേക്ക് എടുത്തിടാണ്. ഒരൊറ്റ പൊട്ടലാണ്. പിന്നെ വെടിവെപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടില്ല. അതാ പറയുന്നത് എക്സ്പീരിയൻസ്. എവിടെ എന്ത് ചെയ്യണമെന്ന് അത്രയും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അറിയുന്ന ഒരു സോൾജിയർ ആയിരുന്നു. എന്നാൽ ഫീൽഡൊക്കെ വിട്ട് കഴിഞ്ഞു, അത് പണ്ടത്തെ കഥയാണ് കേട്ടോ. എന്നാലും ചെയ്ത പണി അത് സാന്റിയാഗോ മറക്കില്ല. അങ്ങനെ എല്ലാ പട്ടാളക്കാരും കൂടെ നേരെ അതിന്റെ ഉള്ളിലേക്ക് എരിച്ച് കയറുകയാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും അറസ്റ്റ് ചെയ്യാണ്. സ്ത്രീകളും അതുപോലെ തന്നെ ആണുങ്ങളും എല്ലാവരും ഉണ്ട്. ഒരുപാട് പണം, ഗോൾഡ്, ഡ്രഗ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിങ്ങോട്ടേക്ക് വന്നതിന്റെ പ്രധാന ലക്ഷ്യം ഇതൊന്നുമല്ല. ഒരുത്തരം പിടിക്കലാണ്, ഒരു ഡ്രഗ് ലോഡ്. ഈ പാബ്ലോ എസ്കോബാർ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഒരു ലോറിയ. എന്തായാലും അവനെ കിട്ടിയില്ല. ബാക്കിയുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ ആ ഒരു വാനിലേക്ക് കയറ്റുന്ന സമയത്ത് ഒരു ലേഡി മാത്രം എങ്ങനെയൊക്കെ ആ ഒരു വിലം കഴിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മിലിറ്ററിക്കാരെ അവളെ പിടിക്കാൻ നോക്കുമ്പോൾ സാന്റിയാഗോ പറയാണ്, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സാന്റിയാഗോ ഇപ്പോൾ അവളുടെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആ ഒരു ഊടുവഴിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന പെണ്ണാണത്. അതുകൊണ്ട് തന്നെ സാന്റിയാഗോയ്ക്ക് അവളെ പിടിക്കാൻ പറ്റിയില്ല. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ചുറ്റും നോക്കുകയാണ്. ഇതിനുശേഷം സാന്റിയാഗോ അവന്റെ ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഒരു ഭാഗത്ത് മറച്ചു വെക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഈവാന്ന് വിളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നേരത്തെ ഓടി രക്ഷപ്പെട്ട ആ ഒരു പെണ്ണുണ്ടല്ലോ അവിടെ വന്ന് നിൽക്കുകയാണ്. അതായത് ഇത് ഇവരുടെ പ്ലാൻ ആണ്. ഈവ ആ ഒരു ടീമിൽ കയറിക്കൊണ്ട് നമ്മുടെ സാന്റിയാഗോയ്ക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കും. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് തന്നെ. പക്ഷേ ഈ ഒരു മിഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നീ എന്തിനാണ് ഈവ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിച്ചപ്പോൾ അവളുടെ അനിയൻ ബ്രദർ അവിടെ ഉണ്ട്, അവനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. പക്ഷേ രണ്ടുപേരും ട്രാപ്പായി പോയി. അവനെ രക്ഷപ്പെടുത്താൻ വല്ല വഴിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സാന്റിയാഗോ പറയാണ്, അവനിപ്പോ ജീവനോടെ ഉണ്ട്, അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ ഇവ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് അവനെ രക്ഷപ്പെടുത്തോ, എനിക്കൊരു കാര്യം അറിയാം, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കറിയാം അവൻ എവിടെയാണെന്ന്. ലോറിയ. ഇവിടെ തന്നെ വലിയൊരു ഫോറസ്റ്റ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ വലിയൊരു വീടും വെച്ച് കുറെ പൈസ അതിന്റെ ഉള്ളിലും പൂട്ടി വെച്ച് ഒരുപാട് ആൾക്കാരുടെ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് ഒരു രാജാവിനെ പോലെ അവൻ ആ ഒരു കാട്ടിൽ കഴിയാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ എനിക്കുണ്ട്, ആ സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം ചെയ്തു തന്നാലും പറഞ്ഞു തന്നാലും എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ് സാന്റിയാഗോ, അത് നിനക്ക് അറിയാലോ. ഇതേ സമയത്ത് തന്നെ സാന്റിയാഗോ പറയാണ്, തീർച്ചയായിട്ടും എനിക്കറിയാം, നിന്റെയും നിന്റെ അനിയന്റെയും സേഫ്റ്റി ഉറപ്പാണ്. അവന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട്, ആവശ്യത്തിനുള്ള ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാട് വിട്ട് പോകാൻ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. ഇവിടെ സീൻ കിട്ടായി. അടുത്ത സീനിൽ വീണ്ടും വില്യംസിനെ കാണിക്കുകയാണ്. ഇതുപോലെ മിലിറ്ററിക്കാരായ ചെറുപ്പക്കാർക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഈ വില്യംസ് പുറത്തേക്ക് വരുമ്പോൾ സാന്റിയാഗോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവരെല്ലാവരും പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. കൂട്ടുകാരനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ വില്യംസിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. കെട്ടിപ്പിടിച്ച് അവരുടെ ആ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ പുതുക്കുകയാണ്. ഇപ്പോൾ ഇതിനുശേഷം വന്ന കാര്യം സാന്റിയാഗോ പറയുന്നുണ്ട്, ഇതുപോലെ ഒരു മിഷൻ ഉണ്ട്, അത്യാവശ്യം കാശ് കയ്യിലേക്ക് വരും, കൂടെ നിൽക്കുമെന്ന് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ വലിയ താല്പര്യമില്ലാത്ത പോലെ വില്യംസ് സംസാരിച്ചെങ്കിലും പിന്നീട് ഓക്കെ എന്ന് പറയാണ്. പക്ഷേ ഈ ഒരു മിഷൻ ഇവർക്ക് ചെയ്യാനായിട്ട് ഇവരുടെ ടീമിന് ആവശ്യമാണ്. ഇവരൊക്കെ കൂടെ നിൽക്കുമെന്ന് വില്യംസ് ചോദിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ടോമി. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സാന്റിയാഗോ പറയാണ്. ഇവിടെ സീൻ കട്ടായി. ഈ പറഞ്ഞ ടോമിയെ കാണിക്കുകയാണ്. എക്സ് മിലിറ്ററി ആണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തുകൊണ്ടിരിക്കണം. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ഇപ്പൊ ടോണി ഒരു ഏജന്റ് ആയിട്ട് വർക്കാണ്. ഇപ്പൊ തന്നെ ഒരു കസ്റ്റമേഴ്സിന് ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ വന്നിട്ടുണ്ട്. അവർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ജോലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ടോമി ചെയ്യുന്നത്. ഇപ്പൊ നല്ല ദേഷ്യത്തിൽ അവനിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ താണ്ടി നിൽക്കുന്നത് സാന്റിയാഗോ. കുറെ ദിവസത്തിന് ശേഷം കാണാനല്ലേ, നേരത്തെ പോലെ തന്നെ വന്ന് കെട്ടിപ്പിടിക്കാണ്, സൗഹൃദം പുതുക്കാണ്. ഇതിന്റെ ഇടയിൽ സാന്റിയാഗോ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ടോമി പറയാണ്, പൊന്നു മോനെ ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, വെറുതെ അതില്ലാതാക്കാൻ നോക്കില്ല നീ. അത് എന്തായാലും വന്നതല്ലേ, നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് 2 ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചിട്ട് പിന്നെ എന്റെ മോളൊന്നും പിക്ക് ചെയ്യും വേണം. പോകുന്ന വഴി നമുക്ക് സംസാരിക്കാം.
അങ്ങനെ ഇപ്പോൾ സാന്റിയാഗോയും ടോമിയും കൂടെ നേരെ ടോമിയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരുപാട് വീടിന്റെ ബില്ലുകൾ വന്ന് കിടക്കുന്നുണ്ട്. കറണ്ട്, വെള്ളം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ശരിക്കും ഒരു ഫാമിലി മാനായി ചെലവോട് ചെലവാണ്. എന്നിട്ട് പൈസ കൂട്ടിയാൽ കൂടുന്നുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ടോമി പോയിട്ട് സ്കൂളിൽ നിന്ന് മകളെ പിക്ക് ചെയ്യാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് സാന്റിയാഗോ കാര്യങ്ങൾ പറയാണ്. ടോമി ഇങ്ങനെയൊക്കെയാണ്, ഒരു വലിയ ഡ്രഗ് ലോഡ് ഉണ്ട്, അവന്റെ പേര് ലോറിയ എന്നാണ്. മെക്സിക്കോയിലെ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് അവന്റെ ആ ഒരു വലിയ വീടുള്ളത്. അതിന്റെ ഉള്ളിൽ $75 മില്യൺ ആണ്. നമുക്ക് പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് അതങ്ങോട്ട് അടിച്ചു മാറ്റണം. ഇത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള മിഷൻ ആണോ എന്നാണ് ടോമി ആദ്യം ചോദിക്കുന്നത്. അതെ, പൂർണ്ണമായിട്ടും ഇത് ഗവൺമെന്റിന്റെ അറിവോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ 25% നമുക്കതിന് കിട്ടും. $75 മില്യൺ. അതിന്റെ 25% എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് വരും. ഇത് കേട്ടപ്പോൾ ടോമിക്ക് എന്തോ ഒരു താല്പര്യം വരുന്നുണ്ട്, പക്ഷെ ഓക്കെ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനുശേഷം നമ്മുടെ ഈ സാന്റിയാഗോ അതുപോലെ തന്നെ വില്യംസ് ഇവർ രണ്ടുപേരും ഒരു MMA ഫൈറ്റ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകണം. അവിടെ വെച്ച് രണ്ടുപേരെ കാണാനുണ്ട്, ബെന്നി അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സ് മിലിറ്ററി ആണ്, പണ്ട് ഇവരൊക്കെ ഒരു ടീമായിരുന്നു. ഈ ബെന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് നല്ല ഉഗ്രം ഫൈറ്ററാണ്. എന്തായാലും അവന്റെ ആ ഒരു കഴിവ് ഇപ്പൊ MMA ഉപയോഗിക്കാണ്. വരുമാനം വേണ്ടേ? എല്ലാവർക്കും ബേസിക്കലി വരുമാനം അത് വേണം. പണ്ട് പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബഹുമതിയും കാര്യങ്ങളും പൈസയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജോലിയിൽ നിന്ന് വന്നതിന് ശേഷം ഇതൊന്നുമില്ല, അല്ലെങ്കിൽ ചെലവുകൾ ഇവർക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ, അവനെ നോക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം പൈലറ്റ് ആണ്. അപ്പൊ രണ്ടുപേരോടും ഈ ഒരു കാര്യത്തെ ഈ സാന്റിയാഗോ അതുപോലെ തന്നെ വില്യംസ് ഇവർ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രാൻസിസ്കോ, അതായത് ഈ പൈലറ്റ് പറയണടാ, എനിക്കിപ്പോ ഒരു കുഞ്ഞുണ്ടായിട്ടുള്ളൂ, തട്ടിമുട്ടി അങ്ങനെ പോകുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇതേ സമയത്ത് തന്നെ സാന്റിയാഗോ പറയണ, എടാ നമ്മൾ അവിടെ നിന്ന് എടുക്കേണ്ടത് $75 മില്യൺ ആണ്, അതിന്റെ 25%. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഫ്രാൻസിസ്കോയുടെ ഉള്ളിലും ഒരു ചാഞ്ചാട്ടം. കാരണം വലിയ പൈസ കയ്യിലേക്ക് വരാൻ പോകുന്ന സെറ്റിൽ ആവാം, ലൈഫ് ഒന്ന് അടിപൊളിയാക്കാം. എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിക്കാം. ആദ്യം ഇവന്റെ ഫൈറ്റ് കഴിയട്ടെ എന്ന് പറയാണ്. അതായത് ബെന്നി ഫൈറ്റിന് കയറാൻ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് നമ്മുടെ ടോമിയും വന്ന് ചേരുകയാണ്. അതായത് ടോമിയും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇവരുടെ ടീമിലേക്ക് 5 പേരെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മിഷന്റെ ആദ്യ ഭാഗമായിട്ട് നേരെ ഇവർ ആ ഒരു മെക്സിക്കോ ഫോറസ്റ്റിലേക്ക് പോവാണ്. കുറച്ചധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു വീട് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലൊരു കാട്ടിന്റെ ഉള്ളിൽ നല്ല ഫ്രീ ആയിട്ട് ഈ ഡ്രഗ് ലോഡ് താമസിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം സെക്യൂരിറ്റി ഇവിടെ ഉണ്ടാവും? ഉറപ്പല്ലേ, നല്ല ഒന്നാം തരം സെക്യൂരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രാൻസിസ്കോ ഒരു കാര്യം കാണുകയാണ്. ഈ ഡ്രഗ് ലോഡ്, അതായത് ലോറിയ, അയാളുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഫ്രാൻസിസ്കോ പറഞ്ഞു, ഇത് ശരിയാവില്ല, നമ്മളവിടെ ഒരു മിഷൻ നടത്തുകയാണെങ്കിൽ അവന്റെ ഫാമിലിക്ക്, ആ ഒരു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ശരിയാവില്ല എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ സാന്റിയാഗോ ഒരു കാര്യം പറയാണ്. എടോ, ഇയാൾ ഒരു ഡ്രഗ് ലോഡ് ആണെങ്കിലും ഇയാൾ ഭയങ്കര വിശ്വാസിയാണ്. ഈ ഞായറാഴ്ച സമയത്ത് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഫാമിലിയെ മുഴുവനായിട്ടും ഇയാൾ പള്ളിയിലേക്ക് പറഞ്ഞേക്കും. ഫാമിലിയുടെ കാര്യത്തിലും ഇയാൾക്ക് ഭയങ്കര കെയർ ആണ്. അതുകൊണ്ട് തന്നെ ഉള്ള ഗേൾസിൽ ഒരു പരിധി വരെയുള്ള ആൾക്കാർ അന്ന് ഫാമിലിയുടെ കൂടെ പോകും. അതായത് അവർ പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു മണിക്കൂറോളം സമയം. അപ്പൊ രാവിലെ 6 മണി മുതൽ ഒരു 7 മണി വരെ അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. ഈ ലോറിയ അതുപോലെ തന്നെ ഒരു 3-4 ഗാർഡ്സ് ഇത്ര തന്നെ. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ആ ഒരു സമയമാണ്. നമുക്ക് ആ ഒരു ഫാമിലി അല്ലെങ്കിൽ കുട്ടികളെ, ഭാര്യ ഒന്നും ചെയ്യേണ്ടി വരില്ല. നമ്മുടെ റിസ്ക് നന്നായിട്ട് കുറയും ചെയ്യും. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഈവ വരികയാണ്. അതായത് സാന്റിയാഗോയുമായിട്ട് കണക്ഷനുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് തന്നെ. കാരണം പുറമേ നിന്നുള്ള ഒരാൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയെങ്കിൽ അത് ഈവയ്ക്ക് മാത്രമാണ്. അതായത് ഈവയെ ഈ ഒരു ഡ്രഗ് ലോഡ് ലോറിയൊക്കെ വിശ്വാസമുള്ളൂ. അപ്പൊ ഈവയാണ് നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളും ഹെൽപ്പൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് സാന്റിയാഗോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈവയെ ഇവർക്ക് വലിയ വിശ്വാസമില്ല. കാരണം ഇവർക്കാർക്കും ഈവയെ അറിയില്ലല്ലോ. അതെന്തിനാ അവൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സാന്റിയാഗോ പറയാണ്, ശരിക്കും ഈ ഒരു നരകത്തിൽ അവൾ ട്രാപ്പായി നിൽക്കുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് അവൾക്കും അവളുടെ അനിയനും നല്ല താല്പര്യമുണ്ട്. സോ അവരെ ഭയങ്കര സേഫ് ആയിട്ട് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഞാനും അവളുമായിട്ടുള്ള ഡീല്. അങ്ങനെ അവിടെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം ഇവര് ഇവിടുന്ന് പതിയെ നൈസായിട്ട് സ്കൂട്ടാവുകയാണ്. അങ്ങനെ രാത്രി ഒന്ന് ചില്ലാവാൻ വേണ്ടി ഇവർ 5 പേര് ഒരു ബാറിലിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്ലാൻ ചെയ്തു. ടോമി സാന്റിയാഗോനോട് വീണ്ടും ചോദിക്കുകയാണ്, ഇത് ഞാനൊരു വട്ടം കൂടെ ചോദിക്കട്ടെ, ലീഗലാണോ ഇല്ലീഗലാണോ? അവസാനം സാന്റിയാഗോ എന്തായാലും മിഷന് വേണ്ടി ഇറങ്ങല്ലേ, അവനുള്ള സത്യം പറഞ്ഞു, ഇല്ലീഗലാണ്. ഗവൺമെന്റിനും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. $75 മില്യൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ മുഴുവൻ നമുക്ക് തന്നെയാണ്. അപ്പൊ ആദ്യമൊക്കെ എല്ലാവരും ഇതിനെ എതിർക്കുകയാണ്. ഇപ്പൊ സാന്റിയാഗോ പറയാണ്, എടാ നിങ്ങളിങ്ങനെ ആദർശവും പറഞ്ഞുകൊണ്ട് എത്ര വർഷമായി നടക്കുന്നത്, ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ആദർശം പറ. സാന്റിയാഗോ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഒന്ന് കൺവിൻസ് ആവുകയാണ്. ഓക്കെ, നമ്മളതിന് പോവുക തന്നെ. മാത്രമല്ല ഇവർ ഏതൊരു മിഷന് പോകുന്ന സമയത്തും ഇവരുടെ ടീം ലീഡറായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത് ടോമാണ്. അതുകൊണ്ട് ഈ ഒരു മിഷനും ടോമിനെ തന്നെ ഇവർ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. മാത്രമല്ല എല്ലാവരും പറയുന്നത്, ടോമെ നിന്റെ ആ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നിന്റെ ആ ഒരു ലീഡർഷിപ്പ് കാണാനായിട്ട് ഞങ്ങൾക്ക് കൊതിയാവുന്നടാ, ഒന്ന് എനർജി ആവുന്നൊക്കെ. ഇതേ സമയത്ത് തന്നെ ടോം പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു ടീമിനെ ലീഡ് ചെയ്യാം, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്കയായിരിക്കണം. അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. അതേ കാര്യം തന്നെ, ഇതൊരു മോഷൻ ആണെങ്കിലും ഇതിന് അതേ നിയമം തന്നെ ഞാൻ കൊണ്ടുവരും. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യും വേണം. അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ടോമി അത്ര അടിപൊളിയാണ്. അപ്പൊ ടോമി ആദ്യം പറയുന്നത്, ഈ പറഞ്ഞതുപോലെ അവന്റെ ഫാമിലി പോവുകയാണെങ്കിൽ 6 മണി to 7
രാത്രി മണി. അതാണ് നമുക്ക് ഹൈസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സമയം. കറക്റ്റ് ആ ഒരു സമയത്ത് അവിടെ എത്തണം. ഷാർപ്പ് ടൈം ആയിരിക്കണം. 75 മില്യൺ അവിടുന്ന് നമ്മൾ അടിച്ചു മാറ്റുന്നു, പോകുന്നു. നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് വാഹനങ്ങൾ ആവശ്യമാണ്. ഇതേ സമയത്ത് തന്നെ സാന്റിയാഗോ പറയാണ് വാഹനം അത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഓൾറെഡി അവിടെ 2 വാഹനമേ ഉള്ളൂ. അത് രണ്ടുമായിട്ട് ഈ ഫാമിലി അതുപോലെ തന്നെ ആ ഒരു ഗാർഡ്സ് ചർച്ചിലേക്ക് പോകും. എന്നാൽ പിന്നെ ഒരു വാഹനം അവിടെ അറേഞ്ച് ചെയ്യേണ്ടത് അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നേരെ ഇപ്പോൾ ഫ്രാൻസിസ്കോയെ നോക്കുകയാണ്. ഇത്രയും വലിയ പണവുമായിട്ട് ഇവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അത്യാവശ്യം നല്ല പവറുള്ള ഒരു ഹെലികോപ്റ്റർ വേണം. ഹെലികോപ്റ്റർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൽ അവന്റെ ചുമതലയാണ്. അതായത് ഓരോ വർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സാന്റിയാഗോ ഇവയെ കാണാൻ പോയിട്ടുണ്ട്. അവളോട് പറയാണ് എങ്ങനെയെങ്കിലും നീ അവിടെ ഒരു വണ്ടി എത്തിക്കണം, അതിനായിട്ടുള്ള പണം ഞാൻ തരാം. അപ്പോൾ ഇവ ചോദിക്കുകയാണ് ഇതൊക്കെ ചെയ്താൽ എനിക്ക് എന്താ പ്രയോജനം? സാന്റിയാഗോ പറയാണ് $2 മില്യൺ, അതുപോലെ തന്നെ പാസ്പോർട്ട്, പിന്നെ നിങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ട് രാജ്യത്തിന്റെ ബോർഡറിലേക്ക് ഞാൻ എത്തിച്ചു തരും, അതായത് അമേരിക്കയിലേക്ക്. അതിന്റെ കൂടെ തന്നെ ഈവയ്ക്ക് ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. ഈ ഡീലിന് ഈവ ഓക്കെ എന്ന് പറയുന്നുണ്ട്. കാരണം അവളുടെ ലൈഫ് ഒന്ന് പച്ച പിടിക്കുമല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇവരെല്ലാവരും കൂടെ ഒരു കുറെ കണ്ടെയ്നറും അതുപോലെ തന്നെ ആക്രി സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് ഇവർ പോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ വെപ്പൺ ഡീലിങ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വെപ്പൺ മേടിക്കാനായിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ടോം ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിനിപ്പോൾ അവിടെ എത്തുകയാണെങ്കിൽ പൈസ അടിച്ച് മാറ്റി കഴിച്ചിട്ടുണ്ടെങ്കിൽ ലോറിയ അവന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതേ സമയത്ത് തന്നെ സാന്റിയാഗോ പറയാണ് അവനെ കൊല്ലുകയല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല, നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അവനെ കൊന്നേ മതിയാവും. അതുപോലെ തന്നെ ഈവയ്ക്ക് ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ ഫോണിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിന്റെ ഉള്ളിലെ എല്ലാ വിഷ്വൽസും അവൾ അതിൽ റെക്കോർഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് കൊടുക്കുകയാണ്. എല്ലാവരും അത് നോക്കുകയാണ്. ഇപ്പൊ ടോം പറയാണ് ഏകദേശം എങ്ങനെയാണ് അതിന്റെ ഉള്ളിലേക്ക് കയറേണ്ടത് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു മിഷൻ ഇറങ്ങുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്, നമുക്കൊന്നുമില്ല, ഒരു രാജ്യത്തിന്റെ കൊടിയുമില്ല, ഒരു ടെക്നിക്കൽ സപ്പോർട്ടും ഇല്ല, ഒരു കാര്യമില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. ഓക്കെ, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു പക്ക ക്രൈമാണ്, ഒരു മർഡർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനും ഞാൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ റൂൾസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വെടിയേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു നിമിഷം നമ്മൾ ആ ഒരു മിഷൻ അബോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ലോറിയുടെ ഫാമിലി തിരിച്ചിങ്ങോട്ടേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ അബോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാത്തിനും ഇവർ ഡീല് പറയാണ്. അങ്ങനെ നേരെ ഈ ഞായറാഴ്ച രാവിലെ ഇവർ ആ ഒരു കാട്ടിലേക്ക് എത്തുന്നുണ്ട്. കാട്ടിലേക്ക് നല്ല ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഈ മഴ ആയതുകൊണ്ട് ഫാമിലിനെയും കൂട്ടിയിട്ട് ലോറിയുടെ ഗാർഡ്സ് ചർച്ചിലേക്ക് പോകുമെന്ന്. എന്തായാലും ഇവർ പേടിച്ചതുപോലെ നടന്നില്ല. ഒട്ടുമിക്ക ഗാർഡ്സും അതുപോലെ തന്നെ ലോറിയുടെ ഫാമിലിയും ആ 2 വാഹനത്തിൽ ഇവിടുന്ന് പോവുകയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ഇവരുടെ മിഷൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവർ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ 3 ആൾക്കാരെ ഇപ്പൊ കാവലിനായിട്ട് അവിടെയുള്ളൂ. ഇപ്പൊ പുറത്തൊരു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ആ ഒരു മിലിറ്ററി മിഷൻ എക്സ്പീരിയൻസ് അത് ഇവിടെ ഉപയോഗിക്കുകയാണ്. നൈസ് ആയിട്ട് ഒരു ശബ്ദമില്ലാതെ പുറത്ത് കാവൽ നിൽക്കുന്ന ആളെ ഇവർ തട്ടിക്കളയുന്നുണ്ട്. ഇതിനുശേഷം ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വെള്ളം എടുക്കാൻ വന്ന ഒരാളെ ഇയാളെ നൈസായിട്ട് തന്നെ ഒരൊച്ചയില്ലാതെ ഇവർ തട്ടുന്നുണ്ട്. മാത്രമല്ല TV കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗാർഡ് ഉണ്ടായിരുന്നു. ഇയാളെ നൈസായിട്ടൊന്ന് ചൂണ്ടാൻ വേണ്ടി വരുന്നതിന് മുന്നേ ഇയാൾ ഇവരെ കാണുകയാണ്. അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ശബ്ദമില്ലാതെ ഇവനെ വലിച്ചു കൊണ്ടുപോകൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ വെടിവെച്ച് അവനെ കൊന്നിടുകയാണ്. ബട്ട് ഇവരുടെ ആ ഒരു പ്ലാൻ ഇവിടെ മുതൽ പാളുകയാണ്. കാരണം വെടിവെച്ചുണ്ടാകുക അത് ഇവരുടെ പ്ലാനിൽ ഇല്ലാത്ത കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ ലോറിയ അപ്പൊ തന്നെ അലേർട്ട് ആവില്ലേ? തീർച്ചയായിട്ടും അലേർട്ട് ആയിട്ടുണ്ടാവും. ലോറിയെ ഇപ്പൊ ചുറ്റും നോക്കിയിട്ട് എവിടെയും കാണാനില്ല. നേരെ നമ്മുടെ ടോമി ചെല്ലുന്നത് CCTV റൂമിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാ ഫുട്ടേജുകളും ഡിലീറ്റ് ആക്കി കളയാണ്. പിന്നെ 4 പേരുണ്ട്. 4 പേര് 2 ടീമായിട്ട് പിരിച്ചിട്ട് ഒരു ടീമിനെ കൊണ്ട് ആ ഒരു പണം എവിടെയാ വെച്ചത് അത് തേടി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ മറ്റേ ടീമിനെ കൊണ്ട് എവിടെയാണ് ഈ ഒരു ഡ്രഗ് ലോഡ് ലോറിയ ഒളിച്ചിരിക്കുന്നത് അവനെ കണ്ടുപിടിക്കാനും ആ ഒരു മിഷൻ കൊടുക്കുകയാണ്. 2 പേരും 2 ടീമായിട്ട് എത്ര നേരം തിരിഞ്ഞിട്ടും 2 പേർക്ക് കിട്ടിയ ജോലിയും ചെയ്യാൻ പറ്റിയില്ല. അതായത് ലോറിയും കണ്ടുപിടിച്ചില്ല, അതുപോലെ തന്നെ ആ ഒരു പൈസയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതായത് ഇവിടെ എവിടെ അങ്ങനെ ഒരു ലോക്കറിൽ ആകെയുള്ളത് 2-3 ബാഗ്, അതിലൊരു ഇച്ചിരി കാശാണ്. എല്ലാം പാളിയത് ആ ഒരു വെടിവെച്ചുകൊണ്ടാണ്. എന്തായാലും അവൻ അലേർട്ട് ആയിട്ടുണ്ടാവും. കാശ് കൊണ്ട് അവൻ മുങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ആകെ പെട്ടു, പണി പാളി. മിക്കവാറും ആ ഒരു പെണ്ണ് ഈവ അവള് നമ്മളെ ചതിച്ചിട്ടുണ്ടാവും. ഇതേ സമയത്ത് തന്നെ സാന്റിയാഗോ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇത്രയും കാശുമായിട്ട് ഇയാൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എവിടെ പോവാനാ? അയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതേ സമയം തന്നെ സാന്റിയാഗോ എന്തോന്ന് സ്മെല്ല് ചെയ്തിട്ട് പറയണം, നിങ്ങൾക്ക് അത് സ്മെല്ല് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ആ കൂട്ടത്തിലെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ആ നന്നായിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ട്, നല്ല ഓമ്പി തിരിഞ്ഞു നിൽക്കുന്നതിന്റെ സ്മെല്ല്. പന്നി അതല്ല, നന്നായിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കും. നല്ല ഫ്രഷ് പെയിന്റിന് ആ ഒരു സ്മെല്ലില്ലേ? അതിനർത്ഥം ഇവിടെ മുഴുവൻ പെയിന്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. അപ്പൊ ആ ഒരു സംശയത്തിന്റെ പുറത്ത് സാന്റിയാഗോ ഗണ്ണ് വെച്ച് ചുമനായിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. കുത്തു കൊടുത്ത ചുമര് പൊളിഞ്ഞു വരികയാണ്. അതൊരു ഷെൽഫ് പോലെയാണ് എല്ലാ ചുമരും. പിന്നെ ആ ഒരു ചുമര് ഇവർ കുത്തി പൊളിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലാണ് കാശ്. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇവർ കുത്തി നോക്കുന്നുണ്ട്. അതായത് ഇവർ തേടി നടന്ന ആ ഒരു ഷെൽഫ് എന്ന് പറയുന്നത് അത് ഈ വീട് തന്നെയാണ്. ഈ വീടിന്റെ ചുമരുകളാണ്. ഇതിന്റെ ഉള്ളിൽ നിറയെ പൈസയാണ്. എവിടെ കുത്തിയാലും പൈസ. കുത്തി 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 എടുക്കാണ് ഇവര് എന്താ പറയാ, ഒരു ചെകുത്താന്റെ കോട്ടയിലെ നിധി കണ്ടുപിടിച്ചതുപോലെ ആവുകയാണ്. അതുപോലെ തന്നെ ഇവരൊരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇത്രയും കാശ് ഇവിടെ ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് ലോറിയ ഈ വീട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും കൊണ്ടുവന്ന ബാഗിൽ ഇവർ ആ ഒരു മണി അതങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആലോചിച്ച് നോക്കി, $75 മില്യൺ ഉണ്ടാവുള്ളൂ എന്ന് കരുതി ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കാശാണ് ഇവിടെ ഉള്ളത്. ബാഗൊക്കെ എടുക്കുകയാണ്. നറക്കടാ ഫുള്ള് നറക്ക് എല്ലാം കൊണ്ടുവന്ന് വല്ലാത്തൊരു ആവേശമാണ് ഇപ്പൊ ഇവർക്ക്. ആവേശമല്ല, ശരിക്കും പറഞ്ഞാൽ ആർത്തി കയറി എന്ന് പറയാം. ആക്രാന്തായിട്ടുണ്ട്. മാത്രമല്ല ഇവേ കുറച്ച് മുന്നേ തന്നെ ഒരു വണ്ടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിലേക്ക്
ഉള്ളിലേക്ക് ബാഗിൽ പണം നിറച്ച് ഇവരിങ്ങനെ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ബാഗെല്ലാം ഫില്ലായി വണ്ടി നിറഞ്ഞു. അതുപോലെ തന്നെ ഈ മിഷന്റെ ലീഡർ ആരാണ്? ടോമാണ്. ടോമിന് ഈ ഒരു മിഷൻ നടക്കുന്ന സമയത്ത് നല്ല ഫോക്കസ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിട്ട് ഇത് ഫിനിഷ് ചെയ്യണമെന്നാണ് അവന്റെ ആ ഒരു പദ്ധതി. എന്നാൽ ഇത്രയും കാശ് കണ്ടപ്പോൾ ടോമിന്റെ സമനില തെറ്റിപ്പോയി. ആ ഒരു മിഷനൊക്കെ അവൻ പണ്ടേ ഒഴിവാക്കി. അവനിപ്പോ ആ ഒരു പണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആർത്തി ഉള്ളിലേക്ക് കയറിപ്പോയി. ഇതേ സമയത്ത് തന്നെ വില്യംസ് വന്നിട്ട് പറയാണ്, ടോമി നീ ആകെ കൺട്രോൾ പോകുന്നുണ്ട്, നമുക്ക് 40 മിനിറ്റ് ടൈം ഉള്ളൂ, അത് ഏകദേശം കഴിയാനായിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇതേ സമയത്ത് തന്നെ ടോമി പറയാണ്, അത് പറ്റില്ല, 40 മിനിറ്റ് എന്നല്ല, ഒരു എക്സ്ട്രാ 10 മിനിറ്റ് കൂടെ നമുക്കുണ്ട്. ഇപ്പൊ സാന്റിയാഗോ പറയണം, എന്നാലും ആ സമയത്ത് നമുക്ക് ലോറിയെ തേടി കണ്ടുപിടിക്കാം. ടോമി നീ ഒരു കാര്യം ചെയ്യ്, ഉള്ള വേഗിൽ ആ ഒരു കാശ് കുറച്ച് മതി കേട്ടോ, ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നു പറയാം. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ലോറിയെ കണ്ടുപിടിക്കുക, കൊന്നുകളയുക, എന്നിട്ട് ഈ വീടിന് തീയിട്ടിട്ട് പോവുക. അതാണ് ഇവരുടെ ആ ഒരു പദ്ധതി. എന്തായാലും ഈ സാന്റിയാഗോ അതുപോലെ തന്നെ വില്യംസ് ഇവർ രണ്ടുപേരും ലോറിയെ തേടി നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര ചെറുതായിട്ട് അനങ്ങുകയാണ്. ഇതിന്റെ പിന്നിലായിരുന്നു ലോറി ഒളിച്ചിരുന്നത്. ഇവരെ ഫയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിനു മുന്നേ ഈ ലോറി ഇവർ ഫയർ ചെയ്യാണ്. മാത്രമല്ല ലോറിയ അതിന്റെ ബാക്കിലുണ്ടായിരുന്ന ആ ഒരു സീക്രട്ട് റൂമിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ദാണ്ടെ അതിന്റെ ഉള്ളിലും ആട്ടിയായി വെച്ചിരിക്കുകയാണ് കാശ്. എന്തായാലും ആ ഒരു നിധി റൂമിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇതിന്റെ സമ്പത്തിന്റെ കാവൽക്കാരനായ ഭൂതത്താനെ നമ്മുടെ സാന്റിയാഗോ വെടിവെച്ച് കൊന്നുകളയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തെങ്കിലും കൊണ്ടാകാൻ പറ്റിയോ? ഒന്നും കൊണ്ടാകാൻ പറ്റിയില്ല. എന്തായാലും ഇതിനുശേഷം ഇവർ പുറത്തു വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ വെടിവെപ്പിൽ നമ്മുടെ വില്യംസിന്റെ വയറ്റിൽ ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ നിയമത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഒരാൾക്ക് പരിക്ക് പറ്റിയ അപ്പം തന്നെ മിഷൻ അബോട്ട് ചെയ്യണം, വേഗം ഇവിടുന്ന് പോകണമെന്ന്. എന്നാൽ റൂൾസ് ഒക്കെ പണ്ടേ ബ്രേക്കായി പോയില്ലേ? കാരണം റൂൾസ് ഉണ്ടാക്കി ഇവരുടെ ലീഡർ തന്നെ ഒരു സ്ഥിരതയില്ലാതെ നടക്കുകയാണ്. എന്തായാലും തിരിച്ചു വന്ന് ഇവർ നോക്കുമ്പോൾ ഈ ടോമി ഉണ്ടല്ലോ ഒരുപാട് ബാഗിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇവർക്ക്. എങ്ങനെ ഇത് പോസിബിൾ ആകുമോ? ഇതേ സമയത്ത് തന്നെ വേറൊരു കാര്യം സംഭവിക്കുകയാണ്. പുറത്തേക്ക് പോയ ഈ ലോറിയുടെ ആൾക്കാർ ഫാമിലി മാറ്റിക്കൊണ്ടൊക്കെ തിരിച്ചു വരികയാണ്. ഫാമിലി ഉണ്ടെങ്കിൽ ഒരു രീതിയിലും വെടിവെപ്പ് നമുക്ക് നടത്താൻ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഫാമിലി എല്ലാം വന്നിരിക്കുന്നത് ആ ഒരു ഗാർഡ്സ് മാത്രമാണ്. എന്നാൽ പിന്നെ ഇപ്പോൾ ഈ ടോമി ഇവിടെ നിറച്ചു വെച്ച ബാഗ് ഉണ്ടല്ലോ, ഇത് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് കാട്ടിലൂടെ രക്ഷപ്പെടാന്ന് പറയുമ്പോൾ ഇപ്പൊ ടോമി പറയണം, അതൊന്നും പറ്റില്ല, നമ്മൾ എത്ര പാക്ക് ചെയ്തോ അത് മുഴുവൻ കൊണ്ടുപോകണം, എന്തിനങ്ങനെ പേടിക്കുന്നത്, ധൈര്യമായിട്ട് നേരിടാന്ന് പറയാണ്. എന്തായാലും ടോമി അങ്ങനെ പറഞ്ഞു എല്ലാവരും ഒരു തീരുമാനം എടുക്കണം. വന്ന ആൾക്കാരെ മുഴുവൻ വെടി വെച്ച് കൊന്ന് ബാക്കിയുള്ള പൈസ അവരുടെ വാഹനത്തിലും ഫില്ല് ചെയ്തുകൊണ്ട് 2 വണ്ടി കൊണ്ട് ഇവിടുന്ന് പോവാന്ന്. ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറി വന്ന ഒരുത്തനെ പോലും വിടാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വെടി വെച്ചിടുകയാണ്. കാരണം ഇവരൊക്കെ എന്താ പറയാ, ഭയങ്കര ടഫായിട്ടുള്ള സീക്രട്ട് മിഷന് പോയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ കയറി വന്ന് ഈ ആൾക്കാരൊക്കെ വെടിവെച്ചിടുക എന്ന് പറയുന്നത് അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ വന്ന ആൾക്കാരെയൊക്കെ വെടിവെച്ചിട്ടു. ആ ഒരു കാശ് 2ാമത്തെ വണ്ടിയിൽ നിറച്ചു. അങ്ങനെ അളവറ്റ സമ്പത്തുമായിട്ട് ഈ ഒരു വീട് വിട്ട് ഇവർ പോവുകയാണ്. മാത്രമല്ല പോകുന്ന സമയത്ത് ആ ഒരു വീടിന് തീയിടാനായിട്ട് ഇവർ മറന്നില്ല. കാരണം തെളിവ് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പുണ്യാളച്ചനൊന്നും അല്ലല്ലോ. എന്തായാലും ഇപ്പൊ നിലവിൽ ഒരു പ്രശ്നമില്ലാതെ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ വരട്ടെ. ഈ ഒരു ബംഗ്ലാവ് വിട്ടേ ഇവർക്ക് താണ്ടാൻ കഴിഞ്ഞുള്ളൂ. ഇനി വലിയൊരു കാടുണ്ട്, ഇത് വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ഇനിയും ഉണ്ട് പ്ലാനുകൾ ഒരുപാട്. എന്തായാലും പിന്നീട് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഇവരൊരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇതിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചത്, ഇവിടേക്ക് എത്തിച്ചത് പൈലറ്റ് ആയിട്ടുള്ള ഫ്രാൻസിസ്കോ ആണ്. അതുപോലെ തന്നെ ഇവിടെ 2 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇവ അതുപോലെ തന്നെ അവളുടെ അനിയൻ. അങ്ങനെ ഈ പണത്തിന്റെ ആ ഒരു ബാഗ് മുഴുവനായിട്ടും ഇവർ വലിയ വലിയ ബാഗുകളിൽ കെട്ടിവെച്ചിട്ട് ഇതെല്ലാം കൂടി വലിയൊരു വലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നവിടെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം ഇവരുടെ പദ്ധതിയിൽ $75 മില്യൺ മാത്രമേ ഉള്ളൂ, എന്നാൽ ഇപ്പൊ എത്രയാണ്, $250 മില്യൺ മുകളിലുണ്ട്. അപ്പൊ ആ ഒരു വെയിറ്റ് ഒരിക്കലും ഈ ഒരു ഹെലികോപ്റ്റർ താങ്ങാൻ പോകുന്നില്ല. ആ പവറിനനുസരിച്ചുള്ള ഹെലികോപ്റ്റർ ആണ് നമ്മുടെ ഫ്രാൻസിസ്കോ കൊണ്ടുവന്നത്. അതിന്റെ പുറമെ ഇനിയിപ്പോ 2 യാത്രക്കാരെയും കൂടെ കയറ്റണം. ഇത് വലിയ റിസ്ക് ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ ടോം പറയാണ്, സാന്റിയാഗോ ഒരു കാര്യം ചെയ്യും, അവർ ഇത്രയും ഹെൽപ്പ് ചെയ്യൂ, അവർക്ക് കൊടുത്തുള്ള കാശ് സെറ്റിൽ ചെയ്തിട്ട് അവരങ്ങ് വിട്ടേക്ക്, എന്തിനാ അവർ നമ്മൾ കയറ്റുന്നത്. ഇപ്പൊ സാന്റിയാഗോ പറയാണ്, നമ്മുടെ ഡീലിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അവർ സേഫ് ആയിട്ട് ബോർഡറിലേക്ക് എത്തിക്കുകയാണ്, എനിക്ക് ആ വാക്ക് പാലിച്ചേ മതിയാവുള്ളൂ, അതുകൊണ്ട് അവരെ വിട്ടു പോകാൻ പറ്റില്ല. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നതിന്റെ ഇടയിൽ ഫ്രാൻസിസ്കോ പറയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചോ, പക്ഷെ ഇത്രയും വെയിറ്റ് ഈ ഹെലികോപ്റ്ററിന് താങ്ങാൻ കഴിയില്ല. ഇപ്പൊ ടോം വന്നിട്ട് പറയാണ്, എടാ നമ്മൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇപ്പൊ ഫ്രാൻസിസ്കോ ആകെ ഒരുമാതിരി പ്രാന്ത് പിടിക്കണം, എന്ത് തേങ്ങയിലാവട്ടെ എടുത്ത് കയറ്റിയെന്ന് പറയണം. അങ്ങനെ വലിയൊരു വല പോലെ ഒരു സംഭവത്തിൽ കുറെ കാശ് നിറച്ച്, അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഹെലികോപ്റ്ററിന്റെ ഉള്ളിലേക്ക് നിറച്ച്, പിന്നെ ഇവർ 5 പേര് പുറമെ ഇവയും അതുപോലെ തന്നെ അവന്റെ ബ്രദറേയും കയറ്റിയിട്ട് ഇവരങ്ങനെ പറക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. ബോർഡറിൽ എത്തിയ സമയത്ത് നമ്മുടെ ഇവയും അതുപോലെ തന്നെ അവളുടെ ബ്രദറെ അവിടെ ഇറക്കി വിടുകയാണ്. അവളോട് ഇപ്പൊ സാന്റിയാഗോ പറയുന്നുണ്ട്, $2 മില്യൺ തരാന്നാ പറഞ്ഞത്, പക്ഷേ ഇത് 3 മില്യണിൽ കൂടുതലുണ്ട്, കാരണം അത്രയും കാശ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, എന്തായാലും നിങ്ങൾ പോയിക്കോ എന്ന് സാന്റിയാഗോ ഇവയോട് പറയുന്ന സമയത്ത് ഇവ പറയാണ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല, $70 മില്യൺ നമ്മളെ പ്ലാനിൽ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ അതിൽ കൂടുതൽ പൈസ അവിടെ ഉണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ്, ഒരുപാട് ഗ്യാങ്സ്റ്റേഴ്സിന്റെ കാശാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു കാശ് നഷ്ടപ്പെട്ട വിവരം അവരിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളെ തേടിക്കൊണ്ട് അവർ വരും, നീ അപ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സാന്റിയാഗോ പറയാണ്, ഇവ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയോളാം, ആദ്യം നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടുന്ന് പോകും. അങ്ങനെ അവർ അവിടെ ഇറക്കിയതിന് ശേഷം ഈ ഹെലികോപ്റ്ററുമായിട്ട് ഇവരങ്ങനെ പറന്നു പോകാൻ കേട്ടോ. വലിയ വെയിറ്റ് ഉള്ള ഒരു കൊട്ട പോലത്തെ സാധനമാണ് ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ തൂക്കിയെടുത്ത് പോകുന്നത്. എന്നാൽ ഇവരുടെ പ്ലാനിന്റെ മെയിൻ ഘട്ടം എന്താ വെച്ചാൽ, ഇവിടെ തന്നെയുള്ള ഒരു കടലുണ്ട്, ആ കടലിന്റെ തീരത്തേക്ക് എത്തണം, അവിടെ ഒരു ബോട്ട് ഉണ്ട്, ആ ബോട്ടിൽ ഈ കാശെല്ലാം കയറ്റിയിട്ട് സേഫ് ആയിട്ട് ഇവിടുന്ന് പോകലാണ് ഇവരുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ വലിയ വലിയ മലകളാണ്, ഇതൊക്കെ ഇങ്ങനെ ഉയർന്ന് പറക്കണമെങ്കിൽ ഈ വെയിറ്റ് കൊണ്ടൊന്നും ഹെലികോപ്റ്ററിന്
പറ്റില്ല. ഒരു ഘട്ടത്തിൽ ഒരു രക്ഷയില്ലാതെ ഫ്രാൻസിസ്കോ പറയണത് എടാ പറ്റില്ല, എങ്ങനെങ്കിലും വെയിറ്റ് കുറച്ചേ മതിയാവുള്ളൂ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ബാഗുകൾ മുഴുവനായിട്ടും പയ്യെ ഇവരിങ്ങനെ പുറത്തേക്ക് ഇടുകയാണ്. സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് എടുത്ത് താഴേക്ക് എറിയുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും വെയിറ്റ് ഒന്ന് കുറഞ്ഞപ്പോൾ ഒരു ഇച്ചിരി പൊന്താൻ പറ്റുന്നുണ്ട്. എന്നാലും തൊട്ട് മുന്നിൽ താണ്ടി നിൽക്കുന്ന വലിയൊരു കൂന പോലത്തെ ഒരു മല. പരമാവധി അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ടും പൊന്താൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ പൊന്തി വന്ന് ആക്കി മുകളിൽ മറ്റേ KSRTC ബസ് കയറുന്നത് അല്ല മല കയറുന്നത് പോലെ ഒരു വിധത്തിൽ മുകളിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല കേട്ടോ. ഇത് മുകളിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ കൂടെ ഒരേറ്റ പൊട്ടലാണ്. ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ പോയി. നമ്മുടെ ഫ്രാൻസിസ്കോ പരമാവധി നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് പതിയെ എങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർക്ക് ഇപ്പൊ ജീവൻ വേണമെങ്കിൽ ഒരേ ഒരു രക്ഷയുള്ളൂ, എങ്ങനെയെങ്കിലും താഴെ കെട്ടി തൂക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോളേഴ്സിന്റെ വലിയ ബാഗ് ഉണ്ടല്ലോ, അത് പതിയെ സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഒന്ന് അൺലോക്ക് ചെയ്തിടുക. എന്നിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഹെലികോപ്റ്ററിനെ ഒന്ന് ക്രാഷ് ലാൻഡ് ചെയ്യുക. എന്തായാലും ജീവൻ രക്ഷപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ ബാഗ് ഇവര് അതൊന്ന് അൺലോക്ക് ചെയ്തിടുകയാണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപയല്ല ഡോളേഴ്സ് ആണ് ഇതുണ്ടായിരുന്ന ആ ഒരു ബാഗ് ചെന്ന് വീഴുന്നത് വലിയൊരു ഫാർമേഴ്സിന്റെ തോട്ടത്തിലേക്കാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു ഹെലികോപ്റ്റർ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ ക്രാഷ് ലാൻഡ് ആവുന്നുണ്ട്. എല്ലാവരും ചെറിയ പരിക്കോടി കൂടി രക്ഷപ്പെടുകയാണ്. എന്തായാലും ടോം പുറത്തേക്ക് ഇറങ്ങാണ്. എല്ലാവരും ഒന്ന് അലേർട്ട് ആവണം. കാരണം ആ ഒരു ബാഗ് വീണത് കൊണ്ട് തന്നെ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും അവിടെ വട്ടം കൂടി നിൽക്കുകയാണ്. മാത്രമല്ല വേറൊരു പ്രശ്നമുണ്ട്. ഈ തോട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റേ അരി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗോതമ്പിന്റെ തോട്ടമല്ല. സോറി, അരിയും ഗോതമ്പൊക്കെ പാടത്തിലാണല്ലോ ഉണ്ടാവുക അല്ലെ. ആ പോട്ടെ, കാപ്പിത്തോട്ടം അല്ലെങ്കിൽ കുരുമുളക് തോട്ടം അല്ല, ഇത് കഞ്ചാവ് കൃഷി ചെയ്യുന്ന തോട്ടമാണ്. ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ അത്ര നല്ല ആൾക്കാർ ആയിരിക്കില്ലല്ലോ, കുറച്ച് ഡേഞ്ചറസ് പീപ്പിൾ ആയിരിക്കുമല്ലോ. എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പോൾ ടോമിയും സാന്റിയാഗോയും വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അപ്പം വെടിവെച്ചോന്ന് ഇപ്പൊ ടോമി പറയാണ് കേട്ടോ. എന്തായാലും ഇവർ വന്ന് നോക്കുമ്പോൾ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും അവിടെ വന്ന് കൂടി നിൽക്കുകയാണ്. കുറച്ച് റൗഡായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതെന്താണ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, നിങ്ങൾ ആരാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ സാന്റിയാഗോ കാര്യങ്ങൾ പറയണം. ഞങ്ങൾ ഗവൺമെന്റ് ആൾക്കാരാണ്, വലിയൊരു എമൗണ്ട് ആണിത്, ഇത് സീസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവാണ്, ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് എന്ന് ഈ ആൾക്കാർ പറയുന്നത്. അല്ല, നിങ്ങളെ കണ്ടിട്ട് ഗവൺമെന്റിന്റെ ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അതായത് ഗ്രാമത്തിലുള്ള ആൾക്കാർ അത്യാവശ്യം റൗഡായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആ ഒരു മട്ടും ഭാവൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല ഇവർ അലമ്പായി എന്ന് തോന്നിയ സമയത്ത് നമ്മുടെ ടോമി ഒന്നും നോക്കിയില്ല, 4-5 തവണ വെടിവെക്കുകയാണ്. എന്തായാലും ആ ഒരു വെടിവെപ്പിൽ കുറച്ചുപേർ മരിച്ചു പോയിട്ടും. അതിൽ തന്നെ പ്രധാനമായിട്ടും ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു യെല്ലോ ടീഷർട്ട് ഇട്ട പയ്യന്. അവനെ നോക്കി വെച്ചോ, ഇവന്റെ അച്ഛനും ആ ഒരു വെടിവെപ്പിൽ മരണപ്പെട്ടു പോവാണ്. ആൾക്കാരൊക്കെ ആകെ പേടിച്ചു പോയി. ഇതേ സമയത്ത് തന്നെ സാന്റിയാഗോ ടോമി ഇവരവിടെ ഉണ്ടായിരുന്ന ഇവരുടെ മൂപ്പനെ കണ്ടുപിടിച്ചിട്ട് പറയണം, പറ്റിപ്പോയി, നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഒന്ന് വാ നമുക്ക് മാറി ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സാന്റിയാഗോ ആ ഒരു മൂപ്പനെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടോമിയെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പരിപാടിക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാണ് സാന്റിയാഗോ വിളിച്ചു കൊണ്ടുപോയാണ്. അങ്ങനെ അവസാനം ആ ഒരു ആക്രാന്ത തലയിൽ കയറിയിട്ട് ഇപ്പൊ പാവപ്പെട്ട മനുഷ്യരെ വരെ വെടിവെച്ചു കൊന്നിരിക്കുകയാണ്. എന്തായാലും അതിന്റെ ആ ഒരു ഗിൽറ്റി അവന്റെ ഉള്ളിൽ ഫീൽ ആകുന്നുണ്ട് കേട്ടോ. മരണപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് അവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ മൂപ്പനോട് സാന്റിയാഗോ സംസാരിച്ചിട്ട് പറയാണ്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി, ഞങ്ങൾ കുറച്ച് ഭയത്തിലായിരുന്നു, എന്തായാലും കുറച്ച് കാശ് തന്ന് ഞങ്ങൾ നിങ്ങളെ സെറ്റിൽ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മൂപ്പന് കൊടുക്കുകയാണ്. മൂപ്പന് ഓക്കെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം കൊടുക്കണം. അതായത് ഈ സാധനം ഇവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകണമല്ലോ, അപ്പൊ കുറച്ച് കുതിരകളെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുതിരകളുടെ പുറത്ത് ഈ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട്, സാധനം എന്ന് പറഞ്ഞാൽ അതിൽ കാശാണ് കേട്ടോ. ഇതുമായിട്ട് അവരിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ മറ്റേ യെല്ലോ ടീഷർട്ട് ഇട്ട ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ വന്ന് നിൽക്കുകയാണ്. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പക കയറിയിട്ടുണ്ട് കേട്ടോ. സ്വന്തം അച്ഛനെയാണ് അവിടെ വെടിവെച്ച് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ടോമി പറയുന്നത്, ഡാച്ചക്ക അറിയാതെ പറ്റിപ്പോയതാണ്, അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ, പേടി, ഭയം, ഫ്രസ്ട്രേഷൻ എല്ലാം കൂടി ആയപ്പോൾ പറ്റിപ്പോയതാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന മൂപ്പൻ ഉറക്കിനെ വിളിച്ചു പറയാണ് ആ പയ്യനോട്, എല്ലാം സെറ്റിൽ ആയിട്ടുണ്ട്, നീ അവിടെ നിന്ന് മാറി നിൽക്കുക, അവർ പോട്ടേന്ന്. എന്തായാലും ഇതിനുശേഷം ഇവർ പതിയെ മുന്നോട്ടേക്ക് പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കോടികളുമായിട്ട് ആ ഒരു വീട് വിട്ട് അവർ ഇറങ്ങിയതാണ്. നല്ല വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. ആ $75 മില്യൺ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഹെലികോപ്റ്ററുമായിട്ട് അവർക്ക് അവിടെ എത്തായിരുന്നു. ഇത് പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് തന്നെ ഒരു സംശയമായി തുടങ്ങി. എന്തായാലും ആ ഒരു കഠിനമായ ഫോറസ്റ്റിലൂടെ ഇവർ പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രാത്രിയായിട്ടുണ്ട്. അതിന്റെ പുറമെ ഈ കൂനിന്റെ മേലെ കുരു എന്ന് പറഞ്ഞതുപോലെ രാത്രിയപ്പോൾ നല്ല ശക്തമായ മഴയും. എന്തായാലും പിറ്റേ ദിവസം രാവിലെ വരെ അവർ പിടിച്ചു നിൽക്കുകയാണ്. പിന്നെയും അവരുടെ ആ ഒരു യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ശക്തമായ കാട്, അതുപോലെ തന്നെ ചെറിയ അരുവികളുണ്ട്. ആ അരുവികൾക്ക് പുറമെ വേറെ പുഴകളുണ്ട്. അത്യാവശ്യം കഠിനമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു കാട്ടിലൂടെ ഇവരങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു മല ഇപ്പൊ താണ്ടി ഇറങ്ങേണ്ടതുണ്ട്. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ചെരുവിലൂടെ ചെറിയൊരു വഴിയുണ്ട്. അപ്പൊ അതിലൂടെ ഇങ്ങനെ ചുമര് ചേർന്ന് അങ്ങനെ പോകണം. എന്നാൽ മനുഷ്യരെ കൊണ്ട് ശ്രദ്ധിച്ച് പോകാൻ പറ്റും, എന്നാൽ കുതിരകൾക്ക് ഇതൊക്കെ പറ്റുമോ? പോരാത്തതിന് ഇതിന്റെ മേത്ത് നല്ല ഭാരമുണ്ട്. അങ്ങനെ മുന്നിൽ പോയിരുന്നത് നമ്മുടെ ഫ്രാൻസിസ്കോയുടെ കയ്യിലുണ്ടായിരുന്ന കുതിര ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു കാലൊന്ന് തെറ്റിപ്പോണ്. അത്രയും വലിയ ആഴത്തിലേക്ക് ഈ കുതിര അങ്ങ് വീഴുകയാണ്. മാത്രമല്ല അതിന്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു ക്യാഷിന്റെ ബാഗ് ഉണ്ടല്ലോ, അതങ്ങ് പൊട്ടുകയാണ്. ആ ഒരു പണം മുഴുവനായിട്ട് മേയറിൽ ഒരൊറ്റ പാറിലാണ്. ഇവർക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇവരുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറായിട്ട് കഠിനമായിട്ടുള്ള യാത്രയാണ്. എത്രയോ $മില്യൺ ആയിട്ടാണ് അവർ വന്നത്. എന്നാൽ യാത്രയുടെ ഓരോ ഘട്ടത്തിലായിട്ട് ഇത് പയ്യെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ടാകും, ആ ഒരു 75 മില്യൺ മാത്രം എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. എന്തായാലും മലഞ്ചെരുവിലൂടെ ഒരു വിധത്തിൽ കുതിരകളെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ആ മല കയറണമല്ലോ, പറ്റുന്നില്ല, കുതിരകളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു
കാശ് മുഴുവനും ഇതിന്റെ പുറത്തുനിന്ന് വലിച്ചു വാരി പുറത്തേക്ക് ഇട്ടിട്ട് കുതിരകളെ ഇവർ തെളിച്ചു വിടുകയാണ്. എന്നിട്ട് കയർ ഉപയോഗിച്ച് ഒരു വിധത്തിൽ കെട്ടി വലിച്ച് കയറ്റിയാണ് മലയുടെ മുകളിലേക്ക്. എന്നിട്ട് ഒരു വിധത്തിൽ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. മാത്രമല്ല നല്ല തണുപ്പാണ്, കൊടും തണുപ്പാണ്. സർവൈവ് ചെയ്യണമെങ്കിൽ തീ ആവശ്യമാണ്. ഒരു രക്ഷയില്ല. ബാഗിലുണ്ടായിരുന്ന കുറച്ച് ഡോളേഴ്സ് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അവസ്ഥ ഒന്ന് നോക്കിക്കളാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഓക്കെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പോകാം, യാത്ര തുടങ്ങാം എന്ന് ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഇവർ പോകാൻ നിൽക്കുന്ന സമയത്ത് എവിടുന്നാന്ന് അറിയില്ല ഫയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വെടിശബ്ദം. ഇവർക്കെതിരെ ആരോ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവർ വിചാരിച്ചു അതായത് ഇവരെടുത്തുകൊണ്ടുവന്ന ആ ഒരു പണം ഉണ്ടല്ലോ അതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആ ഒരു മാഫിയക്കാരായിരിക്കുന്നത്. എന്നാൽ അവരല്ല, മുകളിൽ നിന്നും ഒരേ ഒരാളാണ് ഇവരെ ഫയർ ചെയ്യുന്നത്. അങ്ങനെ ആ ആളെ നമ്മുടെ ടോമി ഇപ്പോൾ സ്പോട്ട് ചെയ്യാണ്. ഇയാളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ടോമി ഒരു സ്പോട്ടിലേക്ക് പോയിരുന്നു. അയാളെ എയിം ചെയ്യുന്ന സമയത്ത് ടോമിയുടെ പിറകാലൊരുത്തം വന്നിട്ട് അവന്റെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് സ്പോട്ടിൽ ഈ ടോമിയെ കൊന്നു കളയുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള 4 പേര് വന്നിട്ട് ഈ 2 പേരെ അതായത് ഇവർക്ക് നേരെ ഫയർ ചെയ്ത 2 പേരെയും കൊന്നു കളയുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ് ഇവർ വിചാരിച്ചതുപോലെ ആ ഒരു മാഫിയ ടീമൊന്നും ആയിരുന്നില്ല. ആ ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു യെല്ലോ ടീഷർട്ട് ഉണ്ടായിരുന്ന പയ്യന്റെ അച്ഛനെ ഇവർ കൊന്നില്ലേ, അതിന്റെ ആ ഒരു പക ഉള്ളിലുള്ളത് കൊണ്ട് ഇവരെല്ലാവരും കൊല്ലാനായിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ആ പയ്യന്റെ പക അവൻ തീർത്തു. അവൻ മരണപ്പെട്ടെങ്കിലും ആ ഒരു പക തീർത്തു. ഒരിക്കലും ആ പയ്യനെ കുറ്റം പറയാൻ പറ്റില്ല. ടോമി ആക്രാന്ത തലയിൽ കയറിയിട്ട് വല്ലാതൊരു മൃഗീയ ആ ഒരു സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ അർഹിച്ച ആ ഒരു മരണം അവന് കിട്ടി. ഒരിക്കലും എന്തൊക്കെ ന്യായീകരിച്ചാലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് തന്നെയാണ് ടോമി ചെയ്തത്. അതിന്റെ ശിക്ഷ അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട കാര്യം തന്നെ അവന് കിട്ടി. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ യാതൊരു സങ്കടവുമില്ല. കാരണം എല്ലാ ജീവനും ഒരുപോലെയാണ്. അത് വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. ജീവൻ വിലപ്പെട്ടത് തന്നെയാണ്. എന്തായാലും ഇവരെല്ലാവരും അതായത് 4 പേരും ആകെ കൺഫ്യൂഷനിലാണ്. ഇനി എന്ത് ചെയ്യും? നല്ല തണുപ്പ്, അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇതിന്റെ പുറമെ ഈ കാശുമായിട്ട് ഇവരെങ്ങനെ ഇത്രയും ദൂരം അതായത് ആ ഒരു തീരത്തേക്ക് എത്താനായിട്ട് ഇനിയും കുറച്ചധികം നേരം ട്രാവൽ ചെയ്യാണ്ട്. അപ്പൊ ഈ ടോമിയുടെ ബോഡി എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ അത് വളരെയധികം സ്ലോ ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും. പക്ഷേ പ്രശ്നം ഇതല്ല. ഇവർക്ക് വേണ്ടിയിട്ട് തീരത്ത് ഒരു ബോട്ട് ഒരാൾ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസമാണ് അയാൾ കാത്തിരിക്കുന്ന പറഞ്ഞത്. ഇപ്പൊ ഓൾറെഡി 2 ദിവസമായിട്ടുണ്ട്. അപ്പൊ അയാൾ ഇനി അവിടെ ഉണ്ടാവോ ഇല്ലയോ എന്ന് പോലും ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആ ബോട്ടുകാരൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണം. അപ്പൊ ആരെങ്കിലും ഒരാള് അത് ആദ്യം പോയി നോക്കണം. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബെന്നി മുന്നിലേക്ക് വരികയാണ്. അതായത് മറ്റേ ഒരു MMA ഫൈറ്റർ ഉണ്ടല്ലോ അവൻ തന്നെ. അതായത് ഒരു 5 ദിവസം കൊണ്ടേ ഇവർക്ക് ഈ ഒരു രീതിയിൽ പോകാൻ കഴിയുള്ളൂ. എന്നാൽ ഒറ്റയ്ക്ക് നല്ല ഫ്രീ ആയിട്ട് വാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവിടെ എത്താൻ പറ്റും. അപ്പൊ അവർ തീരത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബോട്ടുകാരനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണം. കുറച്ച് ദിവസം കൂടെ അവർ വെയിറ്റ് ചെയ്യാൻ പറയണം, കുറച്ച് കാശും കൊടുത്തിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബെന്നി ഇങ്ങനെ പോകുന്നത്. ബെന്നി പോയി കഴിഞ്ഞു. ഇപ്പൊ ബാക്കിയുള്ളത് നമ്മുടെ സാന്റിയാഗോ, വില്യംസ്, ഫ്രാൻസിസ്കോ ഒരു ഭയങ്കര ടെൻഷനിലാണ്. കാരണം ടോമിയെ കൂട്ടിക്കൊണ്ടുവന്നു, അവസാനം അവൻ മരണപ്പെട്ടു പോയി. എല്ലാവർക്കും ഇടയിൽ അത്രയും നല്ല ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്, കരയുന്നുണ്ട്. എന്തായാലും അവരങ്ങനെ ഉറങ്ങി പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ആ ഒരു ബോട്ടുകാരൻ അവിടെ ഉണ്ടോന്ന് നോക്കാൻ പോയ ബെന്നി ഉണ്ടല്ലോ അവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കാരണം 2 ദിവസമായിട്ടും അവൻ അവിടെ പോയിട്ടില്ല. ഒരു 5 ദിവസം കൂടെ അവനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കാശും കൊടുത്തു. അപ്പൊ എന്തായാലും നമുക്കിനി പയ്യെ പോയാലും കുഴപ്പമില്ല. ഇതേ സമയത്ത് തന്നെ വേറൊരു വിഷയം കൂടെ ഈ ഒരു ബെന്നി പറയുന്നുണ്ട്. അതായത് നമ്മൾ പോകുന്ന ആ ഒരു വഴിക്കുണ്ടല്ലോ ഒരു പ്രത്യേക ഗ്യാങ്ങിനെ ഞാൻ കണ്ടു. എല്ലാം ചെറുപ്പക്കാരാണ്. ഇനി റിബൽസ് ആണോ തീവ്രവാദികളാണോ അല്ലെങ്കിൽ വല്ല മാഫിയ കൂട്ടങ്ങളാണോ എന്നൊന്നും അറിയില്ല. അവരെ താണ്ടി അങ്ങനെ പോക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ടോമിയുടെ ആ ഒരു ബോഡി ഉണ്ട്, പിന്നെ കാശുണ്ട്, ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് അവരുടെ ഇടയിലൂടെ അങ്ങനെ പോകാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഗണ്ണുകൾ കയ്യിലുള്ള ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അത്യാവശ്യം തലതെറിച്ച പയ്യന്മാരായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും അവരെ കൊല്ലരുത്, ഒരാളെ പോലും കൊല്ലാൻ പാടില്ല എന്നൊരു തീരുമാനം ഇവരുടെ സൈഡിൽ നിന്നുണ്ട്. ഇതേ സമയത്തിന് നമ്മുടെ വില്യം പറയാണ്, എടോ ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് വിട്ടുകളയാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ടോമിയുടെ ബോഡി എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു ഫാമിലിയുടെ അടുത്തേക്ക് എത്തിക്കണം. എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഓക്കെ എന്ന് പറയാണ്. എല്ലാവരും ഓരോ ബാഗുകൾ മാത്രം കയ്യിലെടുക്കുകയാണ്. അതായത് ഇവർ 4 പേരും ഓരോ ബാഗ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ബാഗ് അതായത് ടോമിയുടെ ഫാമിലിക്ക് വേണ്ടി. ബാക്കിയുള്ള എല്ലാ ബാഗും അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കല്ലിന്റെ വിടവുണ്ട്. ഈ വിടവിലേക്ക് ആ ഒരു ബാഗ് ഇവർ എറിഞ്ഞു കളയാണ്. പറഞ്ഞ മനസ്സ് കല്ലാക്കിയിട്ട് എറിയുന്നത് പോട്ടെ പോട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ ഇത്രയൊക്കെ ആയില്ലേ. അങ്ങനെ ഒറ്റ ബാഗ് ആയതുകൊണ്ടും പിന്നെ ടോമിയുടെ ആ ഒരു ബോഡി മാത്രമേ ഉള്ളൂ, അത്യാവശ്യം വേഗത്തിൽ ഇവർക്ക് പോകാൻ കഴിഞ്ഞു. അങ്ങനെ അവസാനം ഈ ഒരു ചെറുപ്പക്കാരുടെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും തീയെല്ലാം കൂട്ടി ഭയങ്കര സെലിബ്രേഷൻ ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരെ അങ്ങനെ പെട്ടെന്ന് കബളിപ്പിച്ച് ഇവിടുന്ന് പോകാനൊന്നും കഴിയില്ല. എന്നാലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ജീപ്പ് ഇവർ കാണുകയാണ്. അപ്പൊ അതിന്റെ അടുത്തേക്ക് ചെന്നു. അതിനെടുക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അതിന്റെ അടുത്ത് ഒരു പയ്യനുണ്ടായിരുന്നു കേട്ടോ. ഇവന്റെ കയ്യിലും ഗണ്ണുണ്ട്. ഇപ്പോ ഇവരെ 4 പേരുടെ കയ്യിലും ഗണ്ണുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ആ കൂട്ടത്തിലെ ചെറുപ്പക്കാരാണ് എല്ലാവരും, ഒരാളെ പോലും ഷൂട്ട് ചെയ്യാൻ പാടില്ല. എന്തായാലും 4 പേര് ചുറ്റും ഗണ്ണ് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു പയ്യൻ പേടിക്കാതിരിക്കോ, അവന്റെ അടുത്ത് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയണം. അതുപോലെ തന്നെ അവന്റെ കയ്യിലേക്ക് ഒരു കെട്ട് $1 ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും മിണ്ടാതെ ഇവിടുന്ന് വിട്ടോന്ന് പറയാം. എന്നാൽ ഇവന്റെ കയ്യിൽ ചാവിയൊന്നും ഇല്ല പറഞ്ഞു, നീ വിട്ടോന്ന് പറയാണ്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ഫ്രാൻസിസ്കോ നേരെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ പിടിച്ച് 4 കൊട്ട് കൊട്ടുന്നുണ്ട്. എന്നിട്ട് 2 വയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വരച്ച് മിലിറ്ററിക്കാരല്ലേ, ഇതൊക്കെ ഇവർക്ക് വലിയ ഉത്തരിയാണ്. ജീപ്പും സ്റ്റാർട്ടാക്കി ഒരേറ്റ പോക്ക് പോവാണ്. ഈ ശബ്ദം പിള്ളേർ കേൾക്കാതിരിക്കോ, കേട്ടു 2 ജീപ്പായിട്ട് ഇവരുടെ പിറകാലം വന്നുകൊണ്ടിരിക്കുകയാണ്. വെടി വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രാൻസിസ്കോ പറയാണ്, ഇനി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, പിടിച്ച് നിൽക്കണമെങ്കിൽ തിരിച്ച് വെടി വെച്ചേ പറ്റൂ. എന്നാൽ സാന്റിയാഗോ അതിനൊട്ടും തയ്യാറായിരുന്നില്ല. സാന്റിയാഗോ പറയാണ്, അതൊക്കെ ഞാൻ നോക്കിയോളാം, നീ വണ്ടി ഓടിച്ചാൽ മതിയെന്ന്. സാന്റിയാഗോ നേരെ ഈ പിറകിൽ വരുന്ന പിള്ളേരുടെ വാഹനത്തിന്റെ ആ ഒരു ടയർ അതുപോലെ തന്നെ എഞ്ചിൻ സൈഡ് അങ്ങോട്ടേക്കാണ് ഫയർ ചെയ്യുന്നത്. എന്തായാലും ചേസിങ്
നല്ല ശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ആവാനായിട്ടുണ്ട്. ആ ഒരു വെളിച്ചം വരുന്നുണ്ട്. എന്തായാലും ആ ഒരു തീരത്തേക്ക് ഇവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ബോട്ട് നിലവിൽ ഇപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ആ ഒരു വാഹനം കണ്ട സമയത്ത് തന്നെ ഇവരുടെ കൂടെ തന്നെ ആ ഒരു ബോട്ടും കടലിന്റെ ആ ഒരു സൈഡിലൂടെ മൂവ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പിള്ളേരും പിറകാലുണ്ട്. ഇതിപ്പോൾ നിർത്തിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയി കയറാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന പരിപാടിയല്ല. ഇപ്പോൾ ഫ്രാൻസിസ്കോയോട് സാന്റിയാഗോ ഒരു കാര്യം പറയാണ്, കടലിലേക്ക് ഇടിച്ചാണ് കയറ്റിക്കുമെന്ന്. ഒന്നും നോക്കിയില്ല ഫ്രാൻസിസ്കോ ആ ഒരു വാഹനം ഉണ്ടല്ലോ, അതായത് ജീപ്പ് വെള്ളത്തിലേക്ക് ഇടിച്ചങ്ങ് ഇറക്കാണ്. പതിയെ പതിയെ അത് വെള്ളത്തിലേക്ക് താന്നുപോയി. അതേ സമയത്ത് തന്നെ മറ്റൊരു വരുന്നതിന് മുന്നേ അതിന്റെ ആ 5 പേരും അതുപോലെ തന്നെ നമ്മുടെ ടോമിയുടെ ആ ഒരു ബോഡിയും കൂടെ ഈ ഒരു ബോട്ടിലേക്ക് ആയിട്ടാണ് ഒറ്റ പോക്കാണ്. പിള്ളേർ തുരുതുരാന്ന് മറ്റു വെടിയേക്കുന്നുണ്ട്. ഇന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, അവരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ടീമും അങ്ങോട്ടേക്ക് ഫയർ ചെയ്യാണ്. അത്യാവശ്യം കഠിനമായിട്ടുള്ള ആ ഒരു കടൽ യാത്രയുടെ അവസാനം അവരുടെ ആ ഒരു നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. ഒരു വക്കീലിന്റെ മുന്നിലാണ് ഇവര് 4 പേര് പിരിക്കുന്നത്. ഇവർ കൊണ്ടുവന്ന ആ ഒരു ഡോളർ, ആ ഒരു കാശ് ഒരു ടേബിളിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. $250 മുകളിലാണ് അവരവിടെ നിന്ന് അടിച്ചു മാറ്റിയത്. എന്നിട്ട് ഇപ്പൊ നിലവിൽ അവരുടെ കയ്യിലുള്ള എത്രയാണ്? വെറും $5 മില്യൺ. പക്ഷെ ഒരാളുടെ മുഖത്ത് പോലും സന്തോഷമില്ല കേട്ടോ. എന്തായാലും ഈ 5 ബാഗിൽ ഒരെണ്ണം ടോമിയുടെ ഫാമിലിക്ക് ഉള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വക്കീലിനോട് ഡീല് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വില്യംസ് ഉണ്ടല്ലോ, അവന്റെ ഷെയർ ആയിട്ടുള്ള 5 മില്യൺ ഇത് വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു ഡീൽ ഉണ്ടല്ലോ, അത് കീറിക്കളയാണ്. വില്യംസ് പറയാണ്, എനിക്ക് ഈ കാശ് വേണ്ട, ഇത് ടോമിയുടെ ഫാമിലിക്ക് കൊടുത്തേക്ക്. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിന്റെ പിന്നാലെ തന്നെ ഫ്രാൻസിസ്കോയും വേണ്ടാന്ന് പറയാണ്. അവന്റെ ആ ഒരു ഡീല് കീറിക്കളയാണ്. അതുപോലെ തന്നെ ബെന്നിയും ആ ഒരു പേപ്പർ കീറിക്കളയാണ്. ഇപ്പൊ അവിടെ ഉള്ളത് നമ്മുടെ സാന്റിയാഗോ മാത്രമാണ്. ഉള്ളു എന്താ പറയാ, കലങ്ങിയിട്ടുണ്ട്. ചങ്കിങ്ങനെ എന്താ പറയാ പെട്ടക്കാണ്. അവനായിട്ട് കൂട്ടിക്കൊണ്ടുപോയാണ് ഈ ടോമിയെ. അവന്റെ ഫാമിലി ഇപ്പോൾ എന്താ പറയാ വഴിയാതാരായി നിൽക്കുകയാണ്. ഒരു മോളുണ്ട്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് സാന്റിയാഗോക്ക് എന്താവുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ നിറയാട്ടോ. അവനും അവസാനം അവന്റെ ആ ഒരു എന്താ പറയാ ഡീൽ പേപ്പർ ഉണ്ടല്ലോ, അത് കയറി കളണ്ട് അവന്റെ ആ ഒരു കാശ്, മുഴുവൻ കാശും $5 മില്യൺ ടോമിയുടെ ആ ഒരു ഫാമിലിക്കായിട്ട് തന്നെ മാറ്റി വെക്കുകയാണ്. ഒരു രൂപ പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് എല്ലാം തീർന്ന് ഇനി പഴയതുപോലെ തന്നെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പൊ അവിടെ നമ്മുടെ സാന്റിയാഗോ അതുപോലെ തന്നെ വില്യംസ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ പരിപാടി ചോദിക്കുമ്പോൾ സാന്റിയാഗോ പറയാണ്, വേറെ എന്ത് പരിപാടിയാടാ, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവളെ തേടി കണ്ടുപിടിക്കണം, അവളുടെ കൂടെ ജീവിക്കണം, വേറെ എന്ത് ചെയ്യാനാടാ. ആകെ വല്ലാത്തൊരു നിരാശയിലാണ് സാന്റിയാഗോ സംസാരിക്കുന്നത്. ഇപ്പൊ വില്യംസ് പറയാണ്, നമ്മൾ വീണ്ടും കാണുകടാ, നമുക്ക് വീണ്ടും ഒരു മിഷൻ ഉണ്ട്. ഒരു പേപ്പറിന്റെ എന്തോ ഒരു എഴുതിയ ഒരു പേപ്പറിന്റെ കഷ്ണമാണ്. അത് സാന്റിയാഗോയുടെ കയ്യിൽ കൊടുത്തിട്ട് വില്യംസ് പോവാണ്. ഇപ്പൊ സാന്റിയാഗോ ആ ഒരു പേപ്പർ തുറന്നു നോക്കുന്ന സമയത്ത് അതൊരു കോർഡിനേറ്റ് ആയിരുന്നു, ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷന്റെ നമ്പർ ആയിരുന്നു. ഏതാണ് ആ സ്ഥലം? അതായത് അവർ ആ ഒരു മല ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് ബേഗുകൾ മലയുടെ ഒരു ഇടുക്കിലേക്ക് ഇവർ ഇട്ടെന്ന് പറഞ്ഞല്ലേ, ആ കറക്റ്റ് ലൊക്കേഷന്റെ കോർഡിനേഷൻ ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇനി വേണമെങ്കിൽ ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. കാരണം ലൊക്കേഷൻ ഇവരുടെ കയ്യിലുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുകയല്ലേ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഇവർ 4 പേരും അങ്ങോട്ട് പോകുമായിരിക്കും അല്ലേ. പോകും, ഉറപ്പാണ് പോകുക. അവർ അത്രത്തോളം റിസ്ക്, ഒരു ജീവൻ വരെ ഇതിനു വേണ്ടി അവർ കളഞ്ഞിട്ട്, അതുകൊണ്ട് എന്തായാലും ആ ഒരു കാശ് അവർ വെറുതെ കളയാൻ പോകുന്നില്ല. സോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ്. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുതേ. സപ്പോർട്ട് വേണേ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.